ഉള്ളവരെ, ഇന്നെൻ്റെ അമ്മ സുഖമില്ലാതെ വിഷമിച്ച് കിടക്കുകയാണ്. അവർക്ക് ഞാൻ ആഹാരം വെച്ച് കൊടുക്കുന്നു, പക്ഷെ അവർക്ക് ആ ആഹാരം കഴിക്കാൻ തോന്നുന്നില്ല. ആഹാരം തുപ്പിക്കളയാണ്. ശരീരത്തിൽ മുഴുവൻ വേദനയാണ്. തല കറങ്ങുന്നുണ്ട്. ഭക്ഷണം ഇല്ലാത്തതുകൊണ്ടാണ്. അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുപോലത്തെ ഒരു അവസ്ഥയാണ്. ഈ അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുവന്ന ആൾക്കാർക്കറിയാലോ ആരൊക്കെയാണ്. എൻ്റെ കുടുംബത്തെ കൊണ്ടുവന്ന ആൾക്കാർക്കറിയാലോ ആരൊക്കെയാണെന്ന്. അവരോടായിട്ട് ഞാൻ പറയാണ്, സ്വർഗത്തിലെ ദൈവം ജീവനുള്ള ദൈവമെങ്കിൽ, സത്യദൈവമെങ്കിൽ, നിങ്ങൾ എനിക്കെതിരെ ചെയ്ത ഈ കാര്യങ്ങൾക്ക് ദൈവം തീർച്ചയായിട്ടും മറുപടി തരും. ശക്തമായ മറുപടി തരും. നിങ്ങൾ അമേരിക്കയിൽ ചെന്ന് വിളിച്ചാലും, ഭാരതത്തിൽ വിളിച്ചാലും, നിങ്ങൾ എവിടെ ചെന്ന് വിളിച്ചാലും ഒരാളെ ആദ്യം വിശ്വാസത്തിലേക്ക് നടത്തുക. അത് കഴിഞ്ഞ് ആ വ്യക്തിയുടെ ജീവിതം തകർക്കുക. അതും കഴിഞ്ഞിട്ട് ആ വ്യക്തിയുടെ കുടുംബങ്ങളെ തകർക്കുക. ഇതുപോലുള്ള ദുഷ്ടപ്രവൃത്തി ഉണ്ടല്ലോ. സ്നേഹത്തിൻ്റെ ദൈവമായ യേശു സ്നേഹിച്ചിട്ടാണ് യേശു ക്രിസ്തു മറ്റുള്ളവരെ തൻ്റെ വിശ്വാസത്തിലേക്ക്, തൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ ഞാനിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിക്കുന്ന യേശുവിനെയല്ല, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന, കരുതിക്കൂട്ടി അവരെ ഉപദ്രവിക്കുന്ന യേശുവിനെയാണ് നിങ്ങളുടെ സഭകളിൽ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ സെമിനറികളിൽ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചെയ്ത ആ ദുഷ്ടതയുണ്ടല്ലോ, ആ അമേരിക്കക്കാർ ചെയ്ത ദുഷ്ടത, ആ ഇന്ത്യയിലെ ബാംഗ്ലൂരുകാർ ചെയ്ത ദുഷ്ടത, സെൻട്രൽ ട്രാവൻകൂറിൽ നിങ്ങൾ ചെയ്ത ദുഷ്ടത, നിങ്ങൾക്കറിയാം നിങ്ങൾ ആരൊക്കെയാണെന്ന്. ദൈവം നിങ്ങളെ നന്നായിട്ട് പിന്തുടരും. എന്ന് മാത്രമല്ല, ഇത് വേദനിക്കുന്ന 25 കൊല്ലം ദൈവത്തിന് വേല ചെയ്ത ഒരു മനുഷ്യൻ്റെ കണ്ണുനീരാ. ഓർത്തോ, നിങ്ങളുടെ ഒന്നും മിനിസ്ട്രി ഇവിടെ ഉണ്ടാവില്ല. എഴുതി വെച്ചോ.